الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من جاء بالحسنة فله عشر أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون. ഏറ്റവും ആദരവും പ്രിയവുമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നീതിയുടെ അവസാന വാക്ക് അല്ലെങ്കിൽ നീതിയുടെ പര്യായം, അതിനാണ് കോടതി എന്ന് പറയുക. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള നാമൊക്കെ ഒരു മനുഷ്യ സ്ത്രീയുടെ രൂപം, കറുത്ത തുണി കെട്ടി കയ്യിൽ ഒരു തുലാസ് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന രൂപം കണ്ടിട്ടുണ്ടാവും. മുഖം നോക്കാതെ വിധി പറയുക എന്നുള്ളതാണ് ആ കണ്ണ് മൂടിക്കെട്ടിയ രൂപം നൽകുന്ന സന്ദേശം. പലപ്പോഴും കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിരൂപം അവിടെ ഇരിക്കാൻ ഒരു അംശം പോലും അർഹതയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതെങ്കിലും രൂപത്തിൽ പരാതികൾ അവിടെ സമർപ്പിക്കുകയാണെങ്കിൽ നീതി കിട്ടാൻ വേണ്ടി എന്നല്ലല്ലോ പറയാറുള്ളത്, അന്യായം ബോധിപ്പിക്കുന്നു എന്നാണ്. ന്യായം ബോധിപ്പിക്കാൻ ഇടം ഇല്ല ലോകത്ത്. അനീതിയുടെയും സ്വജനപക്ഷപാതിത്വത്തിൻ്റെയും ഭരണവർഗത്തിൻ്റെ ചൊൽപ്പടിയുടെയും ഒക്കെ മരപ്പാവകളായി മാറുന്ന ചില വെറും പാവകൾ മാത്രമായിട്ട് കോടതി അധപ്പതിക്കുകയാണ്. ഞാനിത് കോടതി അലക്ഷ്യത്തിന് നാളെ കേസെടുത്തിട്ട് ജയിലിൽ പോകാൻ വേണ്ടി പറഞ്ഞതല്ല. മറിച്ച്
ഭൗതികമായ കോടതിക്ക് അത്രയ്ക്ക് പറ്റുകയുള്ളൂ. അതിൻ്റെ പരിധിയും പരിമിതിയും അങ്ങനെയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, സുതാര്യവും സ്വതന്ത്രവും അല്ല നീതിന്യായ വ്യവസ്ഥിതി എന്നർത്ഥം. അവിടെ ഭരണവർഗത്തിന്റെ സ്വാധീനം, സാമ്പത്തികം, ക്രൈം ചെയ്യുന്ന വ്യക്തിയുടെ അഭീഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഞാൻ വളരെ കൃത്യമായി പറയുന്നത് മറ്റിതര കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ വ്യവസ്ഥാപിതമായി അറിവുള്ളത് കൊണ്ട് തന്നെയാണ്. ഓരോന്നും ഉദാഹരണം പറയാൻ ഇടമില്ലാത്ത വിധം നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ ഈ ഒരു കോടതിയിൽ ആരും വിശ്വസിച്ചില്ലെങ്കിൽ പോലും പരലോകം ഒരു പ്രതീക്ഷയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നീതിയുക്തമായിട്ടുള്ള, അനീതി മുക്തമായിട്ടുള്ള ഒരു കോടതിയും അന്തിമമായ തീരുമാനവുമാണ് നാളെ വിശ്വാസിക്ക് പ്രതീക്ഷ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭൗതികമായ ഏത് മേഖലകളിൽ പരാജയം സംഭവിച്ചാലും ഒരു വിശ്വാസിക്ക് അവിടെയൊക്കെ തോറ്റുപോകാതെ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു വൈകാരികത, ഇതിനൊക്കെ ഒരു അവസാനമുണ്ട്, സത്യം നാളെ പുലരും എന്നുള്ളതാണ്. പൂർവ്വകാല ചരിത്രത്തിൽ നിന്നൊരു സംഭവം ഞാൻ പറയാം. കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഉടലെടുക്കപ്പെട്ട കാലഘട്ടത്തിൽ ഇന്നത്തതുപോലെ വ്യവസ്ഥാപിതമായി വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പ്രഭാഷണങ്ങളോ പ്രബോധനങ്ങളോ നിർവഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ രണ്ടാത്താണിക്കാരനായ സെയ്ദ് മൗലവി, അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണമൊക്കെ കേട്ടാൽ സ്തബ്ധരായി പോകും. അത്രയധികം വശ്യസുന്ദരമായ രൂപത്തിൽ സൂറത്തുൽ നൂഹൊക്കെ ഓതുന്നു കേട്ടാണ്ടല്ലോ. അദ്ദേഹം സ്വന്തം ജന്മദേശമായ രണ്ടത്താണിയിൽ ഒരു പീടികയുടെ വരാന്ത, ഇന്ന് ഷട്ടറുകളാണ്, അന്ന് നിരപ്പലകകളാണ്, പലകകൾ കൊണ്ട് പലകകൾ ചേർത്ത് അവസാനം ആ നിരപ്പലകൾ മുഴുവൻ കൂട്ടി ബന്ധിപ്പിക്കാനുള്ള ഒരു താഴുണ്ടാവും, ഇരുമ്പിന്റെ ദണ്ട്, അതിട്ട് പൂട്ടലാണ്. അങ്ങനെ തുറന്നു വെച്ച ഒരു കടയുടെ മുമ്പിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഒരു പെട്രോൾ മാക്സിന്റെ അരണ്ട വെളിച്ചത്തിൽ അദ്ദേഹം സൂറത്തുൽ നൂഹിലെ ആയത്തുകൾ ഓതിയിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനം എങ്ങനെ വിശദീകരിക്കുക, ജനങ്ങളുടെ ഇടയിൽ മൈക്കൊന്നുമില്ലാതെ. നാട്ടിലെ പോക്കിരിയും ചട്ടമ്പിയുമായ ഒരാൾ കയറി വന്നിട്ട് സെയ്ദ് മൗലവിയെ ആ പ്രഭാഷണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പക്ഷെ അദ്ദേഹം അടങ്ങാത്ത ആവേശം കൊണ്ട് ആ പ്രഭാഷണം നിർവഹിക്കുന്നതിനിടയിൽ ഈ നിരപ്പരകൾക്ക് ഇടയിൽ ഇടുന്ന ആ ഒരു കമ്പി വലിച്ച് അദ്ദേഹത്തിന്റെ മുഖത്തടിച്ചു. പല്ല് കൊഴിഞ്ഞു വീണ് അരിച്ചാലെന്ന് പറയും, ഡിച്ചുണ്ടല്ലോ, ഡ്രെയിനേജിൽ വീണുപോയി അദ്ദേഹം. അവിടുന്ന് ആരൊക്കെയോ താങ്ങിപ്പിടിച്ച് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുഖത്തെ ചുണ്ടൊക്കെ തുന്നിക്കെട്ടി പല്ല് കൊഴിഞ്ഞു പോയതൊക്കെ എടുത്തു മാറ്റിയതിനു ശേഷം വിശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ അന്നത്തെ മന്ത്രിയുണ്ട്, പൊന്നാനിക്കാരൻ്റെ ഒരു മന്ത്രി, അദ്ദേഹം ചെന്ന് ചോദിച്ചു, സെയ്ദ് മൗലവി, ആ കുറ്റം ചെയ്ത ആൾക്കാർ ആ അരണ്ട വെളിച്ചത്തിൽ, പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. നിങ്ങൾക്കറിയോ അയാളെ? പിന്നെ ഞാൻ ഈ നാട്ടുകാരനല്ലേ, ഞാൻ രണ്ടത്താണിക്കാരനല്ലേ, എനിക്കറിയാം. എന്നാൽ അദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സ് ഒന്ന് പറയും, ബാക്കി ഞങ്ങൾ നിയമത്തിന്റെ വശത്തുകൂടി നിന്ന് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സപ്പോർട്ട് ഉണ്ടാക്കി തരാം. അതെ, ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു സംഭവം കുറച്ച് മുൻപ് പറഞ്ഞൊരു സംഭവത്തിലേക്ക് ചേർക്കാൻ വേണ്ടി പറഞ്ഞതാ. സെയ്ദ് മൗലവി പറഞ്ഞു, എന്റെ കേസ് ഞാൻ മേൽക്കോടതിയിലേക്ക് വിട്ടുന്നതാണ്, ഹൈക്കോടതിയിലേക്കല്ല, സുപ്രീം കോടതിയിലേക്കല്ല, നാളെ പടച്ചോന്റെ കോടതിയിൽ വെച്ച് തീരുമാനിക്കാമെന്നുള്ളതാണ്. ഇതൊരു വിശ്വാസിയുടെ പ്രതീക്ഷയാണ്. സാമ്പത്തികമായ ഇടപെടലുകളില്ലാത്ത, അധികാരത്തിന്റെ സ്വാധീനം ചെലുത്താനാവാത്ത, പ്രലോഭനങ്ങൾ കൊണ്ടോ പ്രകോപനങ്ങൾ കൊണ്ടോ കുടപിടിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു നാളെ. പരിശുദ്ധ ഖുർആനിലെ നമുക്കൊക്കെ കാണാതെ അറിയുന്ന ചില സൂറത്തുകളാണല്ലോ സൂറത്ത് നബയിന് താഴെയുള്ളതിന്. പലപ്പോഴും അതിൽ പല ആയത്തുകളും നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് 82-ാമത്തെ അധ്യായം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ പരലോകത്തെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഒരു വിഷ്വലായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ
ഇൻഫിത്താർ, ഇൻഷിഖാഖ്, തക്വീർ ഇങ്ങനെയുള്ള 3 സൂറത്തുകളുണ്ട്. അത് ഓതിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. വളരെ കുറഞ്ഞ ആയത്തുകളാണ് അതിലുള്ളത്. ആ ആയത്തുകൾക്കിടയിൽ കൂടി അള്ളാഹുവിനെ വ്യക്തമാക്കുന്നത് കണ്ടാൽ, അത് പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ ഒരാൾക്ക് പോലും നാളെ പരലോകമുണ്ടോ എന്ന സംശയം ഉണ്ടാവില്ല. ലോകത്തിനൊരു അവസാനം ഉണ്ടാവും, സംശയം ഉണ്ടാവില്ല. ഖബറിൽ പോയിട്ട് സുദീർഘമായ കാലം ബർസഖയായിട്ട് കിടക്കണോ, നിസ്സംശയം വിശ്വസിക്കും. അങ്ങനെയുള്ള 82-ാമത്തെ അധ്യായം സൂറത്ത് ഇൻഫിത്താറിലെ അവസാനത്തെ 3 ആയത്ത് അതങ്ങനെ ചോദിക്കുക. ആവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ചോദ്യമാണ്, വമാ അദ്റാക മാ യൗമുദ്ദീൻ സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ. എന്താണ് റസൂലേ പ്രതിഫല ദിവസത്തിന്? ഞാൻ നിങ്ങൾക്ക് എപ്പോഴും നിസ്കരിച്ച് പറഞ്ഞില്ലേ, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ, കൂലി കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ, നീതിയും അനീതിയും തൂക്കി കണക്കാക്കിയിട്ട് മൊത്തത്തിൽ വിലയിരുത്തിയിട്ടല്ല. ഇത് തിന്മയാണ്. നിന്റെ 1 പവൻ സ്വർണത്തിൽ നിന്ന് 2 ഗ്രാം വരുന്നത് വേസ്റ്റ് ആണ് എന്ന് ഒരു ജ്വല്ലറിക്കാരൻ അത് ചൂടാക്കി പഴുപ്പിച്ച് തന്റെ മുമ്പിൽ വന്ന് കൊട്ടിക്കാണിച്ചു തരുന്നത് പോലെയല്ല. അതിലൊക്കെ കളങ്കുണ്ടാവും. കളങ്കം ലേശമില്ലാത്ത പരലോകത്തിന്റെ മുറ്റത്ത് വെച്ച്, ആരും കാണാത്ത ഇരുട്ടിന്റെ മറവിൽ വെച്ച്, ആരും അറിയാതെ വിജനമായ വഴിയിൽ നിന്ന് തട്ടിമാറ്റിയ കല്ലിനെ സംബന്ധിച്ച് അല്ലാഹു പറയും, നീ ചെയ്തത് നന്മയാണ്, ആരും കണ്ടിട്ടില്ല. നിന്റെ കാലുകൊണ്ട് നീ മാറ്റിവെച്ച കല്ല്, വേസ്റ്റ്, ഒരു ചെറിയ ജീവിയുടെ ജഡം നീ നീക്കിയതൊരു നന്മയാണ്. അതിതാ നന്മയുടെ തുലാസിലുണ്ട് കേട്ടോ. അത് ഇത്രാമത്തെ ദിവസമായിരുന്നു, ഇന്ന ദിവസമായിരുന്നു, ഇന്ന സന്ദർഭത്തിലായിരുന്നു. ഇതുപോലെ തെറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തും. ഭൗതികമായ കോടതിയിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രതിയാണെന്ന് ആരോപിക്കപ്പെട്ടവന്റെ മുൻപിൽ കുറ്റപത്രം സമർപ്പിക്കും, ദീർഘകാലം വിചാരണ നടത്തും. എന്നിട്ട് ജുഡീഷ്യറി അയാൾ ശരിയാണോ സത്യമാണോ തെറ്റാണോ എന്ന് വിധിക്കപ്പെടുന്നത്. എന്നല്ലാതെ ജയിലറെ ഉണ്ടാക്കിയത് എന്തിനാ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ദുനിയാവിൽ. പടച്ചോൻ എന്തിനാ നരകം ഉണ്ടാക്കിയത്, പടച്ചോൻ അറിയില്ലേ? പടച്ചോൻ എന്താണ് സ്വർഗം ഉണ്ടാക്കിയത്, എന്തിനാ അങ്ങനെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്ന ആൾക്കാരില്ലേ? അങ്ങനെയാണ് ജയിലിന്റെ ആവശ്യം എന്താ? ജുഡീഷ്യറി ആവശ്യം എന്താ? വക്കീൽ എന്തിനാ 3 കൊല്ലോ 5 കൊല്ലോ ഒക്കെ പഠിച്ചത്? നിയമത്തിന്റെ നൂലാമാലകൾ ഓരോന്നോരോന്നായി വേർതിരിച്ചതിന് ശേഷം മാത്രമാണ് സത്യം ഏതാണ് ശരി ഏതാണ് എന്ന് വ്യക്തമാക്കപ്പെടുന്നത്. എന്നാൽ നാളത്തെ അവസ്ഥയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുക. ആ ചോദ്യം നമ്മളുടെ നെഞ്ചിന്റെ കുരമ്പിലേക്ക് കയറി നിൽക്കേണ്ടതാണ്. വമാ അദ്റാക മാ യൗമുദ്ദീൻ സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ആ ദിവസത്തിന്റെ പ്രത്യേകത ആ അവസാനത്തെ ഒരു ചെറിയ കഷ്ണത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അന്ന് മുഴുവൻ കാര്യങ്ങളും സർവാധികാരിയായിട്ടുള്ള അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒതുങ്ങുന്ന ഒരു പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥതയാണ് നാളെ വരാനിരിക്കുന്നത്. നമുക്കറിയാലോ, ദിവ്യ സന്ദേശത്തിന്റെ വഹയിന്റെ സമാപനം എന്താ? ഏതൊരു പരിപാടി വെച്ചാലും സമ്മേളനം വെച്ചാലും 3 ദിവസം 4 ദിവസമൊക്കെ സമ്മേളനം വെക്കാറുണ്ട് പലപ്പോഴും. അതിൽ ആദ്യത്തെ 3 ദിവസം പോയില്ലെങ്കിലും ലാസ്റ്റ് ദിവസം നമ്മളൊക്കെ പോയിട്ടുണ്ട്. പല ആളുകളും പോകാറുണ്ട്. ഒരു പരിപാടി ഏറ്റവും സമാപനത്തിൽ ശക്തി പ്രകടനമൊക്കെ കഴിഞ്ഞിട്ട് സമാപന സമ്മേളനം ഉണ്ട്. ആ സമാപന സമ്മേളനത്തിൽ സമാപനം നിർവഹിക്കുന്നവരാ ആ പാർട്ടിയുടെ സംഘടനയുടെ വേണ്ടപ്പെട്ട ആളുകൾ. പറയാനുള്ളത് എന്താ? ആ പാർട്ടിയുടെ താത്വികമായ നയം. അതാണ് ആ സമ്മേളനത്തിന്റെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന മർമ്മവും ധർമ്മവും. അതാണ് ഖുർആൻ 23 കൊല്ലക്കാലം സാന്ദർഭികമായി, സാമ്പത്തികമായ, വൈയക്തികമായ, കുടുംബപരമായ മേഖലകളിലൊക്കെ വെളിച്ചം വെച്ച് ആ 23 കൊല്ലം സമ്പൂർണമായി ഖുർആൻ അവസാനിപ്പിക്കുമ്പോൾ ആ ഖുർആനിന്റെ അവസാനത്തെ ഒരു സന്ദേശമുണ്ട്, ഒരു സമാപന സന്ദേശം. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് അൽ ബഖറയിലെ 281-ാമത്തെ ആയത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون واتقوا يوما ترجعون فيه الى الله. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനെ സൂക്ഷിക്കലാണ്. അള്ളാഹിനെ സൂക്ഷിക്കലാണ് ഒരു ഭാഗം. ഇനി എന്താ? അള്ളാഹിനെ ഭയപ്പെടലാണ്, അള്ളാഹിനെ പേടിക്കലാണ്. അതെന്താ? ആ പേടിയുടെ അവസാനത്തെ പേടിയാണെന്ന് പറഞ്ഞു. വത്തഖൂ യൗമൻ,
നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കണം. നാളെ എന്ന് പറഞ്ഞാൽ എന്തൊരു അത്ഭുതമല്ലേ. നാളത്തെ അപ്ഡേഷനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ആരൊക്കെ കൂടുങ്ങുക, ആരൊക്കെ പേരാ വരിക, ആരൊക്കെ ഫോട്ടോ ഉണ്ടാവുക, നാളെ എന്താ സംഭവിക്കുക, ഭയങ്കര ജിജ്ഞാസയാണല്ലോ. മെസ്സേജ് തുറന്നു വാട്സാപ്പ് ഉള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും പുതിയ മെസ്സേജ് എന്തൊക്കെയായിരിക്കും. ഭയങ്കര ആകാംക്ഷയാണ്. അല്ല പറയാ ഈ ആകാംക്ഷയൊക്കെ ക്ഷണികമാണ്. എന്നാൽ നാളെ ഒരു അനശ്വരമായ ജീവിതം വരാനിരിക്കുന്നു. ആ ദിവസത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അള്ളാഹുവിലേക്ക് ഇങ്ങനെ മടക്കി കൊണ്ടുവരുന്ന ദിവസമാണ്, തിരിച്ചു കൊണ്ടുവരുന്ന ദിവസം. ഏത് കൊലകൊമ്പനെയും കൊണ്ടുവരും, ഏത് സാധുവിനെയും കൊണ്ടുവരും. കൊണ്ടുവന്ന് നിർത്തുക മാത്രമല്ല, വളരെ കൃത്യമായി വിചാരണ ചെയ്യും. എന്നിട്ട് ആ മനുഷ്യന്റെ ജീവൻ എന്തെല്ലാം കാര്യങ്ങളാണ് അധ്വാനിച്ചത്, സമ്പാദിച്ചത്, ആ സമ്പാദിച്ചതിന്റെ പകരമായി പടച്ചോൻ ആ മനുഷ്യന് കൂലി നൽകുക തന്നെ ചെയ്യും. ഇവിടെയാണ് വിശ്വാസിയുടെ മർമ്മം തുടികൊള്ളുന്നത്. ദുനിയാവിൽ എന്ത് അനീതി ചെയ്താലും അക്രമം ചെയ്താലും വേറൊരാളുടെ മുമ്പിൽ പോയിട്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ എന്ന് പറയാൻ ആ മനുഷ്യനെ വിനയാന്വിതനാക്കുന്നത് എന്തുകൊണ്ടാ? നാളെ പടച്ചോന്റെ കോടതിയിൽ ചെന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ പിടികൂടിയാൽ അനർഹമായത് 5 രൂപയുടെ നോട്ട് എന്റെ കീശയിൽ വന്നിട്ട് അത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് അതിന്റെ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കട്ടെ. ഭൂമി ഒരു ചാൻ കവർന്നെടുത്തിട്ടെങ്കിൽ അത് എവിടുന്ന് കിട്ടി എന്ന് പടച്ചോന്റെ ചോദ്യമുണ്ടായാൽ, മക്കൾ കെട്ടിത്തിരിച്ച വേലിക്കെട്ടിന്റെ അകത്ത് പൊട്ടുവെങ്കിൽ അതിന്റെ സമാധാനം പറയേണ്ടത് ഞാനാണ്. അതുകൊണ്ട് അത് അളന്നൊന്ന് ശരിയാക്കി കൊടുക്കട്ടെ എന്നിങ്ങനെ തുടങ്ങി നാളെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, ആ കാര്യങ്ങളെ സംബന്ധിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. വഹും ലാ യുദ്ലമൂൻ, അവരോട് അക്രമം ചെയ്യുകയില്ല തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കണം, മൻ അമില സാലിഹൻ ഫലിനഫ്സിഹി വമൻ അസാഅ ഫഅലൈഹാ വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ. 41-ാം അധ്യായം സൂറത്തുൽ ഫുസ്സിലത്തിലെ 46-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുക. അതുകൊണ്ട് മൻ അമില സാലിഹൻ ഫലിനഫ്സിഹി, ആരെങ്കിലും നന്മ ചെയ്താൽ ആ നന്മ ചെയ്തതിന്റെ ഉപയോഗം അയാൾക്ക് തന്നെയാണ്. ഇന്ന് അനുഭവിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. വമൻ അസാഅ ഫഅലൈഹാ, ആരെങ്കിലും ഒരു തിന്മ ചെയ്താലോ ആ തിന്മയുടെ ദോഷവും അവന് തന്നെയാണ് ഭവിക്കാറുള്ളത്. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ, റബ്ബൊട്ടും അക്രമം പ്രവർത്തിക്കുന്നവനെയല്ല. എന്തുകൊണ്ടാണ് റബ്ബ് അക്രമം പ്രവർത്തിക്കാത്തത്? ഏതെങ്കിലുമൊക്കെ ഭൗതികമായ താല്പര്യം റബ്ബിനില്ലാത്തത് കൊണ്ട് തന്നെ. ഒരാളോടും പടച്ചതമ്പുരാന് പ്രത്യേകമായ വിദ്വേഷമില്ലാത്തത് കൊണ്ടാ. അവന്റെ അടിമകളോട് അങ്ങേയറ്റം കൃപയുള്ളവനാണ്. അതുകൊണ്ട് അവൻ അർ-റഹ്മാൻ അർ-റഹീം എന്നൊക്കെ പേരിട്ട് എന്തുകൊണ്ടാ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞിങ്ങനെ വരികയാണ്. അത് കൂട്ടത്തിൽ കുറേ മനുഷ്യരുണ്ട്. പിടിക്കപ്പെട്ട കൂട്ടത്തിൽ, ബന്ദികളാക്കപ്പെട്ട കൂട്ടത്തിൽ കുടുംബങ്ങളുണ്ട്. ഭർത്താക്കന്മാർ മരിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ, ഭാര്യമാർ വിധവകളായ ആളുകൾ, ഗർഭിണികളുണ്ട്, കൊലയൂട്ടുന്നവരുണ്ട്. അക്കൂട്ടത്തിൽ ഒരു സ്ത്രീ കുറെ നേരമായി ഒരു ഒഴിഞ്ഞ മറവ് പ്രതീക്ഷിച്ചും തെരഞ്ഞു നടക്കുക. അവസാനം കാണാതെയായപ്പോ ഒരു മതിലിന്റെ ഭിത്തിയിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്നപ്പോ ഒരു മതിലിന്റെ ഭിത്തിയിൽ നിന്ന് തന്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുക. ആ കുഞ്ഞ് വിശപ്പ് മാറുന്നവരെ മുലപ്പാൽ കഴിച്ചു. തിരിച്ചു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ ഉമ്മ ആ കുട്ടിയെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? അല്ലാഹു റസൂൽ ഒരിക്കലുമില്ല. കാരണം അവർ ഇത്ര നേരം വിഷമിച്ചത്, പ്രയാസപ്പെട്ടത് അവർക്കൊരു നേരം വെള്ളം കുടിക്കാൻ വേണ്ടിയല്ല, അവർക്കൊന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല, അവർക്കൊന്നും പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയല്ല. ഈ ചുരന്നു നിൽക്കുന്ന മുലപ്പാല് തന്റെ കുഞ്ഞിന് വിശക്കുന്നുണ്ട്, അതല്ലാതെ വേറൊന്നും കഴിക്കാനില്ല. അത് കൊടുക്കാൻ മനുഷ്യന്മാരുടെ ഇടയിൽ പരസ്യമായി പറ്റാത്തത് കൊണ്ട് രഹസ്യമായ ഒരു സ്വഭാവം സ്വീകരിച്ചു വന്ന ആ കുഞ്ഞിന് വയറു നിറയെ പാല് കൊടുത്ത ആ ഉമ്മ എങ്ങനെയാ കുഞ്ഞിനെ വലിച്ചെറിയാൻ? അല്ലാഹുവിന്റെ റസൂലേ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് സംഭവങ്ങളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയാൻ 100 ഭാഗമാണ്, 100%. അതിലും 99 അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി വെച്ചിരിക്കുകയാണ് നാളെ പരലോകത്തേക്ക്. ഒരൊറ്റ അംശം മാത്രമാണ് ഈ ദുനിയാവിലേക്കുള്ളത്. ആ അംശത്തിന്റെ ഭാഗമാണ് ഈ കാണുന്നത് മുഴുവൻ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാരിധിയായ റബ്ബ് നമ്മളെ അങ്ങനെ അലക്ഷ്യമായി വിട്ടിരിക്കുകയാണെന്നൊരു ധാരണ വേണ്ട. പല ആൾക്കും അങ്ങനെയാ. അല്ല ചോദിക്കുക, നിങ്ങളെ ഞാൻ വെറുതെ വിട്ടിരിക്കുകയാണെന്നുള്ള ധാരണകൾക്കുണ്ടോ?
നിങ്ങൾ ഞാൻ വെറുതെ സൃഷ്ടിച്ചാണ് എന്ന ധാരണ നിങ്ങൾക്കുണ്ടോ? ഒരു ലക്ഷ്യമുണ്ട്. വെറും ലക്ഷ്യമല്ല സഹോദരന്മാരെ. സ്പേസിലേക്ക് ഒരു റോക്കറ്റ് വിട്ടാലും വർഷങ്ങളായി അതിനുവേണ്ടി അധ്വാനിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് ഗവൺമെന്റ് കൊടുക്കും. പക്ഷെ അവരുടെ പഠിപ്പും കഴിവും അവരുടെ പരിശ്രമങ്ങളും ഒക്കെ എത്ര വിജയിക്കുന്നു എന്ന് സ്പേസ് സെന്ററിൽ നിന്ന് ആ പോയ റോക്കറ്റിന്റെ പിന്നാലെ സസൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഒരുപക്ഷെ അവരുടെ പരിശ്രമം പരാജയപ്പെടും, ഒരുപക്ഷെ വിജയിക്കും. എന്നിരുന്നാൽ പോലും നിരീക്ഷണം അവർ ഒഴിവാക്കാറില്ല. റബ്ബ് സുബ്ഹാനഹു നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. പരിശുദ്ധ ഖുർആൻ 50-ാം അധ്യായ സൂറത്ത് ഖാഫിലെ 16-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയാ, വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചത് നാമാണ്. നിന്റെ മനസ്സ് മന്ത്രിക്കുന്നത് നാം അറിയുന്നുണ്ട്. നിന്റെ കണ്ടനാടിയേക്കാൾ സമീപസ്ഥനായി നാം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ. ഏറ്റെടുക്കുന്ന രണ്ടുപേർ വളരെ കൃത്യമായി ഇടതും വലതും ഭാഗത്തിരുന്നു കൊണ്ട് അത് വളരെ കൃത്യമായി ഏറ്റെടുത്ത് എഴുതി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. وما يلفظ من قول إلا لديه رقيب عتيد. സൂക്ഷിക്കുന്നവനും വീക്ഷിക്കുന്നവനും രണ്ട് മലക്കിന്റെ പേരുള്ളത്, മറിച്ച് അവർ ചെയ്യുന്ന ജോലിയുടെ പ്രത്യേകതയാണ്. അങ്ങനെ സൂക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന രണ്ട് മലക്ക് എഴുതി രേഖപ്പെടുത്തിയതിന് ശേഷമല്ലാതെ ഒരു വാക്കുപോലും നിങ്ങൾക്ക് ഉച്ചരിക്കാൻ കഴിയുകയില്ല. ആ ഗ്രന്ഥമാണ് നാളെ കൊണ്ടുവരിക. അതാണ് നമ്മൾ ഇന്നും 18-ാമത്തെ സൂറത്ത് അൽ കഹ്ഫിൽ ഓതി വെച്ചിട്ടുള്ളത്. ഓർമ്മയില്ലെങ്കിൽ മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു കിതാബാണ്! അത്ഭുതത്തോടുകൂടി വിശ്വാസികളായ ആളുകൾ, നിരാശയോടുകൂടി അവിശ്വാസികളായ ആളുകൾ പറഞ്ഞു പോകുന്നതാണ്. ഇത് എന്തൊരു കിതാബാ! അല്ല പറഞ്ഞില്ലേ സഹോദരന്മാരെ, നമുക്കൊക്കെ അറിയാമുള്ള പരിശുദ്ധ ഖുർആനിലെ 69-ാം അധ്യായ സൂറത്ത് ഹഖയിലെ 19 മുതലുള്ള ആയത്ത് രണ്ട് തരം ആളുകളെ പരിചയപ്പെടുത്താം. فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيا إني ظننت أني ملاق حسابيا فهو في عيشة راضية في جنة عالية. വലതു ഭാഗത്ത് കിതാബ് കിട്ടിയവൻ വിളിച്ചു പറയുമത്രേ, എന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കൂ മനുഷ്യരെ, കാരണം ഞാൻ പടച്ച തമ്പുരാനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നവനാ. അതുകൊണ്ട് അവന്റെ ജീവിതം തൃപ്തികരമായിരിക്കും. ഉന്നതമായ സ്വർഗത്തിലാണ് ആ മനുഷ്യൻ താമസിക്കുക. നേരത്തെ മുൻവിധി തയ്യാറാക്കി അതിനനുസരിച്ച് പ്ലാനും പദ്ധതിയും ഒരുക്കി വെച്ച് ജീവിതം സംശുദ്ധമാക്കിയവനാ. അതല്ലെങ്കിലോ ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനതിൽ ഖാദിയ. ഇടത് ഭാഗത്ത് ഗ്രന്ഥം കൊടുത്തവൻ അവൻ അവനവനെ തന്നെ വിളിച്ചു പറയും, എന്റെ നാശമേ, ഞാൻ എത്ര നശിച്ചവനാ! ഈ കിതാബ് എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഹിസാബ്, വിചാരണ എനിക്ക് നന്നായി ബോധ്യപ്പെട്ട ഈ സന്ദർഭത്തിൽ ഇത് എനിക്ക് അറിയാതെ പോയിരുന്നെങ്കിൽ ഞാൻ എത്ര നന്നായിരുന്നു. എവിടെ വെച്ചാ സഹോദരന്മാരെ പറയുന്നത്? നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ചിട്ടും. എന്താ കോടതിയുടെ അവസ്ഥ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കോടതിക്ക് അറിയിപ്പിച്ചതാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയിപ്പിച്ച കോടതിയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അറിയിപ്പിച്ച കോടതിയാണ്. പല ആളുകളെയും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദേ, നിനക്കറിയാവുന്ന ഖുർആന്റെ ആയത്തുകളും സൂറത്തുകളൊക്കെ എനിക്ക് ഓതിത്താ, ഞാനൊന്ന് അതിൽ നിന്ന് സമാധാനം കൊള്ളട്ടെ, ആശ്വാസം കൊള്ളട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓതിയ കൂട്ടത്തിൽ ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൽ നിസായിലെ 41-ാമത്തെ ആയത്തിലെത്തി. ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. അല്ലാഹുവിന്റെ റസൂലേ, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും നാളെ ആ കോടതിയിൽ കൊണ്ടുവരും, നിങ്ങളെയും കൊണ്ടുവരും. നിങ്ങളൊരു കുറ്റവാളിയൊന്നുമല്ല, കേവലം ഒരു സാക്ഷിയായിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് നിർത്താൻ പറഞ്ഞു. ഖുർആൻ ഓതിയത് നിർത്ത്, ഇനി ഞാൻ അതിന്റെ സമാധാനം കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞു.
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം അബോധമായ അവസ്ഥയിലേക്ക് പോവുകയും ശാരീരികമായ അവശത ഉണ്ടാവുകയും ചെയ്ത് നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലെത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഇമാമ് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു പറഞ്ഞു, പറ്റില്ല, എൻ്റെ ഉപ്പ ഖുർആൻ ഓതുമ്പോൾ കരഞ്ഞു പോകുന്നവനാ, അങ്ങനത്തെ ഒരാളെ ഇമാമ് നിർത്തി കഴിഞ്ഞാൽ അത് മഅ്മൂമുകളായ ലക്ഷം വരുന്ന സ്വഹാബിമാർക്ക് പ്രയാസം ഉണ്ടാക്കും. എന്തിനാ കരഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ചോദിച്ചു, ഇന്നാരാ ഒരു സാധുവിനെ സംരക്ഷിച്ചത്? ഒരു മറുപടി ഞാൻ. ഒരു മയ്യത്ത് സന്ദർശിച്ചത് ഞാൻ. മയ്യത്ത് നിസ്കരിച്ചത് ഞാൻ. ഇങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂബക്കർ, നാളെ സ്വർഗം നിനക്ക് വേണ്ടി തുറന്നിടും വാതിലുകൾ മുഴുവൻ, ഏത് വാതിലിൽ കൂടി കയറിപ്പോകാം. എന്നിട്ടും ഖുർആൻ ഓതുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ അദ്ദേഹത്തിന്റെ അരികിൽ വന്ന ഗ്രാമീണനായ മനുഷ്യൻ, പരലോകത്തെത്തിയാൽ നിനക്കെതിരെ ഞാൻ ആവലാതി പറയുമെന്നൊരു വസ്ത്രം നൽകിയ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്ന സന്ദർഭത്തിൽ ആ ഇട്ടിരുന്ന വസ്ത്രം ഊരി കയ്യിലേൽപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പേടിയാണ് പരലോകം, എനിക്ക് പേടിയാണെന്നാണ് കോടതി. അത്തരം ആളുകളൊക്കെ കരയിപ്പിച്ച ആ കോടതിയാണ് ഇത് വരാനുള്ളത്. അല്ലാഹു പറയാ, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൂ യൗമാ. പരിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാന്റെ 34-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയാ, മനുഷ്യരെ നിങ്ങൾ ഒരു ദിവസം ഭയപ്പെടണം കേട്ടോ. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. ഒരു മക്കൾക്കും മാതാപിതാക്കളോ ഒരു മാതാപിതാക്കൾക്കും മക്കളോ യാതൊന്നും ഉപകരിക്കാത്തൊരു ദിവസമാണ് നാളെ വരാനിരിക്കുന്നത്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അല്ലാഹുവിന്റെ കാര്യം അത് സത്യമായ രൂപത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ഐഹികമായ ലോകവും ഇവിടെ വഞ്ചിച്ചു കളയുന്നൊരു ശൈത്വാൻ എന്ന നിങ്ങളുടെ ശത്രുവുമുണ്ട്. അത് രണ്ടും നിങ്ങളെ പടച്ചതമ്പുരാന്റെ വാഗ്ദാനം ലംഘിക്കുവാനും നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ പരാജയപ്പെട്ടു പോകാനും അവിടെ പടച്ചതമ്പുരാന്റെ വിചാരണ നിലയത്തിൽ തോറ്റുപോകാതിരിക്കാനും നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണം കേട്ടോ എന്ന അള്ളാഹുവിന്റെ കൽപ്പന നമ്മുടെ മുൻപിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പാരത്രികമായ ലോകത്ത് അവന്റെ വിധി അനുകൂലമാക്കുന്നവരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബില്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്ത് അൻആമിലെ 160-ാമത്തെ ആയത്താണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു പറയാം, മൻ ജാഅ ബിൽ ഹസനതി, ആരാണ് നാളെ നന്മയുമായി വരുന്നത്? ആരടുത്തേക്ക്? അള്ളാഹുവിന്റെ അരികിലേക്ക്. ഫലഹു അശറു അംസാലിഹ, അവന് 10 മടങ്ങ് വർദ്ധിപ്പിച്ചു കൊടുക്കും. വമൻ ജാഅ ബിസ്സയ്യിഅതി, ആരാണോ തിന്മയുമായിട്ട് വരുന്നത്, ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ, അയാൾക്ക് അയാൾ ചെയ്ത തിന്മയ്ക്ക് പകരമായിട്ടുള്ള തിന്മയല്ലാതെ, ശിക്ഷയല്ലാതെ, കുറ്റമല്ലാതെ മറ്റൊന്നും നൽകപ്പെടുകയും ഇല്ല. വഹും ലാ യുദ്ലമൂൻ, അവർ അക്രമം ചെയ്യപ്പെടുകയും ഇല്ല. നന്മ തിന്മകൾ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കുന്ന ഒരു ദിവസമാണ്. ഇവിടെ ഇല്ലെന്നല്ല, ഉണ്ട്. എന്നിരുന്നാൽ പോലും ഭൗതികമായ കോടതി നല്ലത് കാണാൻ കുറച്ച് പ്രയാസമാണ്. പലപ്പോഴും കാണുന്നത് തിന്മയുടെ പക്ഷത്തു നിന്നുകൊണ്ടാണ്. അതിനോ വളരെ 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 വില കുറഞ്ഞ ഒരു രീതിയാണ്, സംവിധാനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഒരു കൊലപാതകം ചെയ്താൽ, കവർച്ച ചെയ്താൽ, ബലാത്സംഗം ചെയ്താൽ, പിടിക്കപ്പെട്ടാൽ കോടതി വിധിക്കുകയാണ് ഇയാൾക്ക് ജീവപര്യന്തമോ മറ്റോ വിധിക്കപ്പെട്ടാൽ യഥാർത്ഥത്തിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടവനാണോ രക്ഷിക്കപ്പെട്ടവനാണോ? രക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഇനിയൊരു ശല്യമില്ല. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഒരു കൈ ഇല്ലാത്തൊരു വ്യക്തി ട്രെയിനിൽ വെച്ചു ഒരു പെണ്ണിനെ മാനഭംഗപ്പെടുത്തി അതിൽ നിന്ന് വീഴുന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യം അറിയാമല്ലോ.
അയാൾ ജയിലിലേക്ക് പോകുമ്പോൾ ഒരു കഴുകിന്റെ തണ്ട് പോലെ ഉണ്ടായിരുന്നത്. ഇന്നോ ഭാരമേറി, സൗന്ദര്യം കൂടി. അപ്പൊ ഇവിടെ രക്ഷയാണോ ശിക്ഷയാണോ എന്ന് ചോദിച്ചാൽ തികച്ചും കുറ്റം ചെയ്യുന്നവർക്ക് രക്ഷ ഉണ്ടാകാനുള്ള ഇടം മാത്രമേ ഉള്ളൂ. റബ്ബിന്റെ കോടതി അതല്ല. ആരാണോ നന്മ ചെയ്തത് ആ നന്മക്ക് അനുസ്യൂതമായതും തിന്മ ചെയ്തതാരോ ആ തിന്മയുടെ ഇരട്ടി നൽകുന്നതും അല്ല. എന്താണോ തിന്മയായിട്ട് ചെയ്തത്, ഈ ദുനിയാവിൽ വെച്ചത് തിന്മയാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താനുള്ള സാവകാശം കൂടി അന്ന് നൽകിയിട്ടുണ്ട്. എന്നിട്ടും ആൾക്കാർ പറയുന്ന പടച്ചോൻ ക്രൂരനാണ്, കരുണയില്ലാത്തവനാണ്, നരകുണ്ടാക്കി വെച്ച ആളുകളെ കൊണ്ടുപോയി തള്ളിയിടുന്നവനാണ്, ഇസ്ലാം ക്രൂരതയുടെ മതമാണ് എന്നൊക്കെ പറയാറില്ലേ. അവസരങ്ങൾ എമ്പാടും കൊടുത്തിട്ടും അത് ഉപയോഗപ്പെടുത്താതെ ജീവിതം നശിച്ചു പോയ ഒരുത്തൻ നാളെ റബ്ബിന്റെ മുൻപിൽ തിന്മയുമായിട്ട് വരുന്നുവെങ്കിൽ ഫലാ യുജസ, അതിന് പ്രതിഫലം നൽകപ്പെടുന്നതോ ഇല്ലാ മിസ്ലഹ, അതിനനുസരിച്ചതല്ലാതെ മറ്റൊന്നും അല്ല. ലാ യുദ്ലമുഹും ലാ യുദ്ലമൂൻ, അവരോട് അക്രമം ചെയ്യുകയും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ അവനവന്റെ പക്കൽ എന്തെങ്കിലുമൊക്കെ തെറ്റോ കുറ്റങ്ങളോ സംഭവിച്ചു പോയാൽ വ്യക്തിപരമാണ് എങ്കിൽ അത് വ്യക്തിപരമായി തന്നെ സംശുദ്ധീകരിക്കുവാൻ ആവശ്യമായ തസ്കിയത്തും തർബിയത്തും തൗബയും ഈ ദുനിയാവിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. രഹസ്യമായി വന്നുപോയ വീഴ്ചകൾ മുഴുവൻ റബ്ബിനോട് പറയാനും നന്മകൾ ചെയ്യാനുള്ള സാവകാശത്തിനു വേണ്ടി ദുആയിരക്കുക. അതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് 3 പ്രാവശ്യം പറയുന്നതിനാ ഈ കുറ്റമുക്തിക്ക് വേണ്ടിയുള്ള യാചനയാണ്. രാവിലെയും വൈകുന്നേരം 3 പ്രാവശ്യം റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദൻ റസൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞാൽ ലാ തബ്ദഅന്ന ഫീ കുല്ലി ദുബരി സ്വലാത്തിൻ, നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്തതുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, നന്മകൾ ചെയ്യാനുള്ള അവസരം തരണേ റബ്ബേ എന്ന് ഓരോ നിസ്കാരത്തിന് ശേഷവും ആവർത്തിച്ച് റബ്ബിനോട് തേടുന്നൊരു വ്യക്തി ഒരിക്കലും നാളെ നരകത്തിന്റെ അവകാശിയാകാൻ പാടില്ല. സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ മേഖലകളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖവയുമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് കാമിലായ ഈമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.